ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തേത് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആണ്. പെട്ടെന്ന് തോന്നിയൊരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒരു സാൻഡ്വിച്ചിന് വേണ്ട എല്ലാ ഐറ്റംസും ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് ആണെന്ന്. അപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ചിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ടൊമാറ്റോ ആണ്. ഇത് ചെറിയ ടൊമാറ്റോ ആണ് കേട്ടോ. ഇതിവിടെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. ദെൻ നമ്മളുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് ഒരു ഒനിയൻ ആണ് കേട്ടോ. ഈ എല്ലാ വെജിറ്റബിൾസും നമുക്ക് വേണ്ടത്ര എടുക്കുക. ഞാൻ ടൊമാറ്റോ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പൂന് ഇഷ്ടമല്ല. പറയാൻ മറന്നുപോയി, രണ്ടാൾക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പുവാണ് എന്നെ സഹായിക്കുന്നത്. ദെൻ നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഓയിൽ ആ പാനിലൊക്കെ ഒന്ന് സ്പ്രെഡ് ആക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മൾ ഒനിയനൊക്കെ ആഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞാൻ തക്കാളി അരിയാൻ മറന്നുപോയി. അപ്പോൾ അത് അതിന് ശേഷമാണ് അരിഞ്ഞത്. ഒനിയൻ അരിയൽ അപ്പൂൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, തക്കാളി അരിയണ എൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് അപ്പു അത് അവിടെ ഇളക്കി സഹായിക്കുന്നുണ്ട്, ഞാനിവിടെ അരിയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. അതിനുശേഷം ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒറിഗാനോയും ബേസിലും ആണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിക്ക് എത്ര ഉപ്പിടണമെന്ന് എനിക്കറിയില്ല, ഒരു ഇതിലായിട്ട് ഇട്ടതാണ്, എന്തായാലും കൂടിയിട്ടൊന്നും ഇല്ലേന്നു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴേക്ക് ഞങ്ങൾക്ക് ഉള്ളി കുറച്ച് കുറഞ്ഞു തോന്നി. അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ച് ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കുക. ഇത്തിരി ഇട്ടോ, കാരണം ഞാൻ ഓൾറെഡി ആദ്യം വെച്ചാൽ കൂടിയിരുന്നു മതി. ദെൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് 2 ബ്രെഡ് വെക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് സോസസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു ഫ്രഞ്ച് സോസ് എന്ന് പറഞ്ഞതാണ്. പിന്നെ ഇത് നമ്മളുടെ മയനൈസ്, ദെൻ കുറച്ച് കെച്ചപ്പും കൂടി. ഇതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ആഡ് ചെയ്തേ ഉള്ളൂ. അല്ലാതെ സാധാരണ ഞങ്ങൾ മാക്സിമം പോയ ഈ കെച്ചപ്പും മയനൈസും അല്ലാതെ ഈ ഫ്രഞ്ച് സോസും ഒന്നും ആഡ് ചെയ്യലില്ല. അപ്പുവാണ് ഈ കെച്ചപ്പും കേട്ട് പറഞ്ഞത്, ഓനത് മതിയായില്ല, കുറച്ചുകൂടി ആഡ് ചെയ്യണമെന്ന്. അങ്ങനെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മളുടെ മയനൈസ് ആഡ് ചെയ്യുക. ഇനി അടുത്തത് നമ്മളുടെ ഫ്രഞ്ച് സോസ് ആണ്. ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയാണ് നമ്മളുടെ മെയിൻ പാർട്ട്. നമ്മൾ നേരത്തെ വഴറ്റി വെച്ച് നമ്മളുടെ ടൊമാറ്റോ ആൻഡ് ഒനിയൻ മിക്സില്ലേ, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെഡാർ ചീസാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇത് നല്ല വൃത്തിക്കൊക്കെ വയ്ക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷേ അത് കവർന്ന് പൊട്ടിച്ചെടുത്തപ്പോഴേക്ക് ഫുള്ള് പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. എന്നിട്ട് നമുക്ക് മുകളിലൊരു ബ്രെഡ് വെച്ചിട്ട് നേരെ ഓവനിൽ വെക്കാം. ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണ്ടേ. അങ്ങനെ അത് അതിൻ്റെ ഉള്ളിലിരുന്ന് സെറ്റായി. ഞാനിപ്പം വെയിറ്റിംഗ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് ഫുള്ളൊരു തട്ടിക്കുട്ടായിരുന്നെങ്കിലും ഫൈനൽ റിസൾട്ട്, ഓ മൈ ഗോഡ്, ഇറ്റ് വാസ് ഓസം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ സത്യം പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ചിന് വേണ്ട എല്ലാ ഐറ്റംസും ഒന്നും ഇല്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഉള്ളത്തെ ചീസൊക്കെ നല്ല മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.